ഡിഫറൻഷ്യബിലിറ്റി. നമുക്ക് ഡിഫറൻഷ്യബിലിറ്റിയും ഇന്റഗ്രേഷനും കൂടെ തിയറി നോക്കിയാൽ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ ഇനി ഡിഫറൻഷ്യബിലിറ്റി, നമ്മളൊരു പോയിന്റ് തന്നിട്ട് അത് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്തു, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ടോ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അവർ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെയാണ് ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. പക്ഷെ അവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അല്ല, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്തുണ്ട്, അത് ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്നാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്ന് നോക്കാം. സോ അസ്യൂമിങ് ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ. ഓക്കെ, ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ. കണ്ടുപിടിക്കേണ്ടത് വിച്ച് ഈസ്, അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് അത് ഡിഫറൻഷ്യബിൾ ആണ്, വിച്ച് ഈസ് ഡിഫറൻഷ്യബിൾ at x is equal to a. x is equal to a എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്, ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദെൻ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഡിഫറൻഷ്യബിലിറ്റിയുടെ കണ്ടീഷൻ. ഇനി ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എങ്ങനെ നോക്കാം. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇനി ആർ എഫ് ഡാഷ്. നമ്മൾ എപ്പോഴും ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന് ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറയും. 2 തവണ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ എഫ് ഡബിൾ ഡാഷ് എക്സ്. 3 തവണയാണെങ്കിൽ 3 ടൈംസ് നമ്മൾ ഡാഷ് ഇട്ടിട്ട് എക്സ് എഴുതും. ഇപ്പം ഒരു ഡാഷ് ഇടുന്നതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്നിട്ട് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആറിന്റെ എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 f of a plus h minus f of a divided by h. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇത് ജസ്റ്റ് ഫോർമുല പോലെ ഓർത്ത് വെച്ചാൽ നമുക്ക് ലിമിറ്റ് പോലെ ഇമ്പോർട്ടന്റ് അല്ല ഇത്. കാരണം നമുക്ക് ഡെറിവേഷൻ എപ്പോഴും ഈ ഡെറിവേറ്റീവ്സ് വെച്ച് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനേ അവർ ചോദിക്കത്തുള്ളൂ. അപ്പൊ അതിൽ വലിയ കാര്യമില്ല. ബട്ട് നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 മാം കുറച്ചുകൂടി വലിപ്പത്തിൽ എഴുതുമോ? ഒന്നും മനസ്സിലാവൂല, പിന്നീട് ക്ലാസ് കേൾക്കുമ്പോഴൊന്നും മനസ്സിലാവാത്ത പോലെ തോന്നും. ആണോ, ഇത് ആക്ച്വലി ഈ പെന്നിന്റെ മാക്സിമം സൈസ് ആണ് നമ്മൾ എഴുതുന്നതിന്റെ. ഞാൻ മാക്സിമം കൂട്ടിയിട്ടേക്കുന്നതാണ്. ഞാൻ വലുതായിട്ട് ഓക്കെ എഴുതാൻ നോക്കാം. എന്റെ പൊതുവെയുള്ള ഒരു റൈറ്റിംഗ് ആണ്. ഐ ട്രൈ ടു മേക്ക് ഇറ്റ് എ ബിറ്റ് മോർ ബിഗർ. ഓക്കെ, പക്ഷെ ഭയങ്കര ഞാൻ വലുതായിട്ട് എഴുതുമ്പോൾ തീരെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിട്ടോ. അപ്പൊ പിന്നെ നമ്പേഴ്സ് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ലെവലിൽ എഴുതുന്നത്. കുറച്ചുകൂടെ നോക്കാം. ഐ ട്രൈ. ഓക്കെ മാം ഇന്ന് തിയറി പാർട്ടൊക്കെ ചോദിക്കോ? മാത്സിൽ വെറും മാത്സ് ഫുള്ള് മാത്സ് ആയിരിക്കും ചെയ്യാന്. തിയറി ഭാഗം ഉണ്ടാവുമോ? തിയറി ഭാഗം നമുക്ക് തിയറിയിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ തിയറി ആവശ്യമാണ്. തിയറിയുടെ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസും പലതും ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ ഈ ഓപ്ഷൻസിന്റെ ന്യൂമറിക്കൽ ആയിട്ടുള്ള നമ്പേഴ്സ് തന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതിൽ ആക്ച്വലി അറൈവ് ചെയ്യുന്നത് നമ്മൾ തിയറിയുടെ ബേസിക്സ് വെച്ചിട്ടായിരിക്കും. നമുക്ക് സോൾവ് ചെയ്യേണ്ടി പോലും ആവശ്യം വരത്തില്ല. അപ്പൊ അതുകൊണ്ട് തിയറി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചോദിക്കും, ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ലിമിറ്റ് ഓഫ് h ടെൻസ് ടു 0. മാം ഇപ്പൊ എടുക്കുന്ന ഭാഗം മനസ്സിലാവണില്ല. അത് എന്താണെന്ന് ഐഡിയ കിട്ടുന്നില്ല. മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാഞ്ഞിട്ടായിരിക്കും, ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇന്നത്തെ. പറഞ്ഞുതരാം. ഞാൻ ഡെറിവേറ്റീവ് ഈ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് വരുമ്പോഴത്തേക്കും എഫ് ഓഫ്, ഇവിടെ റൈറ്റ് ഹാൻഡ് വന്നപ്പോഴത്തേക്കും എ പ്ലസ് എച്ച് വന്നു അല്ലെ. അപ്പം ഇവിടെ വരുമ്പോ എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ
മൈനസ് എച്ച്. അതായത് ഇവിടെ നമ്മളെല്ലാം പ്ലസ് എച്ച് കൊടുത്തു, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് വരുമ്പോഴത്തേക്കും മൈനസ് എച്ച് കൊടുക്കും. ഓക്കെ, ഇനി ഈ രണ്ട് ഡെറിവേറ്റീവ്സും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആകുമ്പോൾ എന്താ സംഭവിക്കുക, അത് ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റും. സോ എൽ എച്ച് ആർ എച്ച് ഡെറിവേറ്റീവ് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, ആർ എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു എൽ എഫ് ഡാഷ് ഓഫ് എ. ഇത് രണ്ട് ഈക്വൽ ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഈ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആവുന്ന പറയും. ഓക്കെ, ഓക്കെ. ഇപ്പം ഒരു എക്സാമ്പിള് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമുക്ക് ഡെറിവേറ്റീവ്സിന്റെ സൈഡിൽ ഒരിക്കലും ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ മേജർ ക്വസ്റ്റ്യൻസും ഈ ഡിഫറൻസിയേഷനെ അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഡിഫറൻഷ്യബിൾ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ആണ്. പക്ഷെ സംടൈംസ് ഈ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണോ, അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണ് കണ്ടിന്യൂസ് അല്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് ചിലപ്പോൾ ഇത് ഉപയോഗം വന്നു എന്ന് വരും. സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ ത്രൂ നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എടുക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മുടെ മോഡ് എക്സ്. പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ പോയിന്റിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യബിൾ അല്ല. ഇത് പൊതുവെ നമ്മൾ ഈ പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫാക്ട് ആയിട്ട് പഠിച്ചു വെക്കുന്ന ഒരു പോയിന്റും കൂടെയാണ്. മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ളത്. അപ്പൊ ഇതിന് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ആക്ച്വലി ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു നമുക്കൊരു -1 എന്ന് കിട്ടും, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് വന്നിട്ട് 1 എന്ന് കിട്ടും. അപ്പൊ ഇത് -1ഉം 1ഉം ഈക്വൽ അല്ല. ഈക്വൽ ആണെങ്കിൽ അത് ഡിഫറൻഷ്യൽ ആവുള്ളൂ. അപ്പൊ അത് എങ്ങനെ നോക്കാം, ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൽ നമ്മൾ ഹെച്ചിന് -h കൊടുക്കും അല്ലെ. അപ്പോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 നമ്മൾ എഴുതുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഈ പറഞ്ഞ എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ -h അല്ലെ. ഇവിടെ ആക്ച്വലി മൈനസും ഇവിടെയും കൂടെ വരും കേട്ടോ. നമ്മൾ നേരത്തെ ലിമിറ്റിന് എഴുതിയ പോലെ തന്നെ ഇവിടെ മൈനസും പ്ലസും എഴുതും. അതും കൂടെ അത് ഞാൻ വിട്ടുപോയതാ. നമ്മൾ ലിമിറ്റ് എഴുതിയപ്പോ എക്സ് ടെൻസ് ടു അല്ലെ എച്ച് ടെൻസ് ടു 0 പ്ലസും 0 മൈനസും കൊടുത്ത പോലെ തന്നെ ഇവിടെയും കൊടുക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ -h. ചിലപ്പോൾ RHD എഴുതാൻ വേണ്ടി എനിക്കിത് ഒന്ന് എറേസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് കൂടെ എഴുതുന്നെങ്കിൽ എഴുതി പൊയ്ക്കോളാം. സോ LHD ഇക്വേഷൻ ഇതാണ്. ഇത് നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, മോഡ് എക്സ് ആണ്. അപ്പൊ മോഡ് എക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്യുന്നത്, ഹെച്ച് കിടക്കുന്നിടത്ത് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, നമ്മൾ ഇവിടെ ഈ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എഫ് ഓഫ് എക്സും എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ മോഡ് എക്സും എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 0 ആണ്. അപ്പൊ അത് ഓർത്ത് വെച്ച് ഫംഗ്ഷൻ മോഡ് എക്സും എ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇവിടെ ഈ എ കിടക്കുന്നിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുത്താൽ മതി, 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, എഫ് ഓഫ് 0 മൈനസ് h മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ -h ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ഈ 0 മൈനസ് h എന്നുള്ളത് എഫ് ഓഫ് -h മൈനസ് എഫ് ഓഫ് 0 ബൈ -h. അപ്പൊ നമ്മൾ ഇതിൽ എഫ് ഓഫ് -h കൊടുക്കുകയും എഫ് ഓഫ് 0യും കൊടുക്കുക. ഓക്കെ, ഇവിടെ എഴുതാം. ഫസ്റ്റ് പാർട്ട് എന്താണ്, എഫ് ഓഫ് -h ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്താണ്, മോഡ് എക്സ്. അപ്പൊ മോഡ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, -h കൊടുക്കാം. മോഡ് ഓഫ്
മൈനസ് എച്ച്. മോഡ് ഓഫ് മൈനസ് എച്ച് എന്ന് പറയുന്നത് എന്താണ്? എച്ച് തന്നെയാണ് അല്ലെ? മോഡിന്റെ പുറത്ത് ഏതൊരു നമ്പർ വരുമ്പോഴും അത് എച്ച് തന്നെ ആയിരിക്കും. അപ്പൊ ഈക്വൽ ടു എച്ച് മൈനസ് ഇനി എഫ് ഓഫ് സീറോ കണ്ടുപിടിക്കണം. എഫ് ഓഫ് സീറോ എന്ന് പറയുമ്പോഴത്തേക്കും മോഡ് ഓഫ് സീറോ എന്ന് പറയുമ്പോൾ സീറോ ഡിവൈഡഡ് ബൈ മൈനസ് എച്ച് ആണ് താഴെ. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഹെച്ചും ക്യാൻസൽ ആയി പോയിട്ട് -1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ എൽ എച്ച് ഡെറിവേറ്റീവ് നമുക്ക് എന്ത് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് -1 എന്ന് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പുറത്തെ സ്ഥലമില്ല, റൈറ്റ് ഇറ്റ് ഹിയർ. ഇതൊന്ന് എറേസ് ചെയ്തിട്ട് ഞാൻ എഴുതാം. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ആർ എച്ച് എല്ലും കണ്ടുപിടിക്കാം. ആർ എച്ച് എൽ അല്ല, ആർ എച്ച് ഡി. ഓക്കെ, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സോ ആർ എച്ച് ഡെറിവേറ്റീവ് വരുമ്പോഴത്തേക്കും പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, ഫംഗ്ഷൻ മോഡ് എക്സ് ആണ്. ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് അല്ലെ? അപ്പൊ ഇവിടെ നേരത്തെ എ വന്നിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കും? 0 കൊടുക്കും അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുക? എച്ചിന് h ടെൻസ് ടു 0 പ്ലസ് ആകുമ്പോൾ എക്ക് പകരം നമ്മൾ ഇവിടെ 0 കൊടുക്കണം. അപ്പൊ എക്ക് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എച്ച് വരും. അപ്പൊ എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ബൈ എച്ച്. നേരത്തെ നമ്മൾ മോഡ് എക്സ് എഫ് ഓഫ് എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? മോഡ് ഓഫ് എച്ച് എന്ത് തന്നെയാണ്? എച്ച് തന്നെയാണ്. ഈക്വൽ ടു എച്ച് മൈനസ് എഫ് ഓഫ് 0 എന്ത് വരും? എഫ് ഓഫ് 0 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലെ? മോഡ് 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ അത് 0 ഡിവൈഡഡ് ബൈ എച്ച്. എച്ചും എച്ചും ക്യാൻസൽ ആയി പോയിട്ട് 1 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ആർ എച്ച് ഡി എന്ന് പറയുന്നത് 1 ആണ്. സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എന്തായി? അൺഈക്വൽ ആയിട്ട് മാറുകയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? അവിടെ ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ അതൊക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും പ്രോപ്പർട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കി തന്നെ പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചോദ്യം ആയിരിക്കും ചോദിക്കുന്നത്. അല്ലാതെ ഒരുപാട് നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവാണ്. സോ അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിഞ്ഞിരിക്കുക. പക്ഷെ ഇതിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. കാരണം ഇതിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പൊതുവെ ലിമിറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ എക്സാമിന് ലിമിറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലും ഈ മോഡുലസ് ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള അത്ര ഈസി ക്വസ്റ്റ്യൻസും അല്ലായിരുന്നു. കുറച്ച് എന്താ പറയാ, നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാന്നുള്ള, നേരത്തെ ചോദിച്ചില്ല, തിയറിയും കൂടെ ഒരു ബേസ് ഉള്ള ആൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഡിഫറൻഷ്യബിലിറ്റി എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചെയ്യുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും. എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ മാക്സിമം മിനിമം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, അത് ചിലപ്പം കണ്ടുപിടിക്കാനോ അങ്ങനത്തെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇത് ചോദിക്കാനുള്ള ചാൻസസ് ആർ വെരി ലോ. പക്ഷെ എന്നും പറഞ്ഞ് കളയാൻ പറ്റില്ല. ബൈ ചാൻസ് ചോദിച്ചുകൂടാന്നില്ലേ? കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ ആണോ ഒരു ഫംഗ്ഷൻ വന്നിട്ട്, അത് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ആണോ, അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ കുറച്ചുകൂടി എഞ്ചിനീയറിംഗ് ലെവലിലാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ബട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് കുറച്ചാണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെച്ചേക്കാം. ബട്ട് കൂടുതലും ലിമിറ്റ് കണ്ടുപിടിക്കുന്നതും ബാക്കി ക്വസ്റ്റ്യൻസിലും ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് ഡിഫറൻഷ്യബിലിറ്റിയുടെ ഇക്വേഷനും. നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കേണ്ട രീതി, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ഇതാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എങ്കിൽ ചോദിച്ചാൽ മതി, ഇപ്പം പറഞ്ഞുതരാം. ഇതിലേതാ മാം ഇക്വേഷൻ ചെയ്യുന്ന? ഇക്വേഷൻ ഏതാ? ഒന്ന് ടിക്കറ്റ് കാണിച്ചു തരുമോ? ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് വരുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രമേ തരത്തുള്ളൂ. ഈ എക്സാമ്പിൾ ഞാൻ അങ്ങ് എറേസ് ചെയ്യും. കാരണം അത് നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇക്വേഷൻ മാത്രം എന്താ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്, ആണ് നമ്മുടെ ഇക്വേഷൻസ്. ഇത് ഫോളോ ചെയ്താൽ ഓക്കെ. സോ ഇതാണ് ഡിഫറൻഷ്യബിലിറ്റിയുടെ. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഡിഫറൻസിയേഷൻ. നേരത്തെ പോലെ തന്നെ നമുക്ക് രണ്ട് ഫംഗ്ഷൻസിനെ ആഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും എന്തൊക്കെ എന്നുള്ളതാണ് ഇവിടെ പ്രോപ്പർട്ടീസിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കാം. ഇപ്പൊ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഇത് ഡിഫറൻഷ്യബിൾ ആണ് അറ്റ് പോയിന്റ് x0 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എഫ് ഉം ജിയും ഡിഫറൻഷ്യബിൾ ആണ് x0 എന്ന പോയിന്റിൽ. എങ്കിൽ അതിന്റെ കൂടെ നമ്മള് ഡെറിവേറ്റീവ് സി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് x0. ഓക്കെ, അപ്പൊ എഫ് ഡാഷ് അറ്റ് x0 എന്ന പോയിന്റിൽ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെയല്ല, സോറി, സി എഫ് ഡാഷ് x0 എന്ന പോയിന്റിൽ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്
സെപ്പറേറ്റ് ആക്കി ചെയ്യാം. അതായത് കോൺസ്റ്റന്റിനെ നമ്മൾ ഒരിക്കലും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം കോൺസ്റ്റന്റിന്റെ വെളിയിൽ എടുത്തിട്ട് ആ ഫംഗ്ഷനെ മാത്രം x0 എന്ന പോയിന്റിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് ഫംഗ്ഷൻസിന് എഫ് പ്ലസ് ഓർ മൈനസ് ജി എന്റെ ഡെറിവേറ്റീവ് ചോദിച്ചു കഴിഞ്ഞാൽ എഫിന്റെ ഡെറിവേറ്റീവും പ്രത്യേകം കണ്ടുപിടിച്ച് ജിന്റെ ഡെറിവേറ്റീവ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് x0 എന്ന പോയിന്റ് പ്രത്യേകം കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്ത് എഴുതാം. പ്രോഡക്റ്റിന്റെ കേസിലാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്ന രീതി ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം ഇവിടെ ഇത് എഫ് ജി ഡാഷ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. എഫിന്റെയും ജിന്റെയും പ്രോഡക്റ്റ്, രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ്. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ എഴുതിയിരിക്കുന്ന വെച്ചാല് ആക്ച്വലി ഇത് പഠിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ വേണമെങ്കിൽ എങ്ങനെ നോട്ട് ചെയ്യാം. ഇതില് വേണമെങ്കിൽ നോക്കി നിങ്ങൾക്ക് പഠിക്കാം. ഫസ്റ്റ് നിങ്ങൾ ഒരു ടേം എടുക്കുക, അതിന്റെ ഡെറിവേറ്റീവ് എഴുതുക, മറ്റേ അതുപോലെ അതായത് എഫ് ജിയും ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് എഴുതുക, മറ്റേ ഫംഗ്ഷൻ അതുപോലെ ഇട്ടേക്കുക, അടുത്ത് പ്ലസ് കൊടുക്കുക. ഇവിടെ നമ്മൾ എഫിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചെങ്കിൽ അടുത്ത് വരുമ്പോൾ ജിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, എഫിന് അതുപോലെ ഇട്ടേക്കണം. അപ്പൊ എഫിന് അതുപോലെ ഇട്ടിട്ട് ജി ഡാഷ് എഴുതും. ഇതിന് നമ്മൾ കുറച്ചുകൂടെ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, അങ്ങനെ പറഞ്ഞൊരു ഫോർമുല പോലെ നമ്മൾ 12th പഠിച്ചിട്ടുണ്ട്. ഐ തിങ്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇത് പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫറൻസിയേഷന്റെ അത് കൂടെ പഠിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാം. പക്ഷെ നിങ്ങൾ ആ കൺസെപ്റ്റ് അറിയാം, രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റിന്റെ ഡിഫറൻസിയേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആദ്യത്തത് അതുപോലെ ഇടുക, ആദ്യത്തത് ഡെറിവേറ്റീവ് എടുക്കുക, രണ്ടാമത്തെ അതുപോലെ ഇടുക, പ്ലസ് ഇടുക, ആദ്യത്തത് ആദ്യം എന്താ ചെയ്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് നെക്സ്റ്റ് ടേമിൽ എഴുതുക. അങ്ങനെ ചെയ്ത് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി അതേപോലെ തന്നെ പ്രോഡക്റ്റ് പകരം കോഷ്യന്റ് റൂൾ ഡിവൈഡഡ് ബൈ വരുമ്പോൾ, രണ്ട് ഫംഗ്ഷൻസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എഫ് ബൈ ജി വരുമ്പോൾ അത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാല് വരുന്നത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ കണ്ടോ, ഡിനോമിനേറ്റർ ജി, ന്യൂമറേറ്റർ എഫ്, അപ്പം ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു എന്താ പറയാ, നമുക്കൊരു അക്രോണിയം പോലെ പഠിക്കാന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഒരു പൊട്ടത്തരം പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. ബട്ട് ഞാനൊക്കെ എന്റെ സമയത്ത് നമുക്ക് അവിടെ പഠിക്കാൻ എളുപ്പത്തിന് ഈ ഒരു ഇത് പഠിച്ചെന്ന് വെച്ചാല് ഡോക്ടർ നഴ്സ് മൈനസ് നഴ്സ് ഡോക്ടർ ബൈ ഡോക്ടർ സ്ക്വയർ. ഓക്കെ, ഈ ഡോക്ടറും നഴ്സും എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവിടെ രണ്ടാമത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, രണ്ടാമത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് എടുക്കണം. ഈ ഡോക്ടറും നഴ്സും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ആണ്. ഓക്കെ, അപ്പം ഡിനോമിനേറ്റർ ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ് ആണ് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ് ആണ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഇത് പഠിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുകയാണെങ്കിൽ അത് നോട്ട് ചെയ്ത് പഠിച്ചോളൂ. ഇല്ല, നിങ്ങൾക്ക് ഇത് കാണാതെ എങ്ങനെയാന്ന് വെച്ചാൽ പഠിക്കുന്നത് നിങ്ങളുടെ കൺവീനിയൻസ് പോലെ. ഓക്കെ, അപ്പം ഇതൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ പണ്ടൊക്കെ പഠിച്ചു വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഓർക്കാൻ എളുപ്പമെന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. പിന്നെ വരുന്നത് എഫ് x0 എന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്, ജി f0 ഡിഫറൻഷ്യബിൾ ആണ്. അതായത് എഫ് x is equal to x0 ജി എന്ന് പറയുന്നത് x is equal to f of x0 ഡിഫറൻഷ്യബിൾ ആണ്. എങ്കിൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എങ്ങനെ ഡിഫറൻഷ്യബിൾ ആകുന്നത്? കോമ്പോസിറ്റ് ഫംഗ്ഷൻ h എന്ന് പറയുന്നത് എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് h ഡാഷ് കണ്ടുപിടിക്കുമ്പോൾ അറ്റ് x is equal to 0 ഡിഫറൻഷിയേഷൻ കണ്ടുപിടിക്കാൻ ജി ഡാഷ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എഫ് ഓഫ് x0 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് x0. ഓക്കെ, ഇത് കുറച്ച് പഠിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടുള്ളവർ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് നിങ്ങൾക്ക് പഠിച്ചൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് ഇതിന് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ബട്ട് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ ഒന്നും കൂടെ ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പം കാണും. ഓക്കെ, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ബ്രിങ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഹലോ മാം.
ചോദിച്ചോ. ഇവിടെ നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എഴുതിയില്ലേ ജി ഓഫ് എഫ് ഓഫ് എക്സ്, അതെ അതേപോലെ കണ്ടിന്യൂറ്റിന്റെ കേസിൽ പ്രോപ്പർട്ടീസിൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻ വന്നില്ലേ, അവിടെ ജി ഓഫ് എഫ് ഓഫ് ജി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അവിടെയും ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് തന്നെയല്ലേ വരിക? അതെ എഫ് ഓഫ് എക്സ് ആയിരിക്കണം. അതെ അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയട്ടെ. എഫ് ഓഫ് ആക്ച്വലി ജി, അതെ ജി എന്ന് പറയുന്നത് ശരിയാ, എഫ് ഓഫ് എക്സ് ആ. യെസ് യെസ് അത് കറക്റ്റ് ആട്ടോ. ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് അല്ല രണ്ടും എഴുതിയിട്ടുള്ളത്, അപ്പൊ അവിടെ എഫ് ഓഫ് എക്സ് ആ വരേണ്ടത്. അത് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് എഴുതിക്കാം കേട്ടോ. ഐ തിങ്ക് എഫ് ഓഫ് എക്സ് തന്നെയാണ്. ഒന്നുകൂടെ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് നോട്ട്സ് വരുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ചെയ്ത് തന്നെ വെച്ചേക്കാം. ഓക്കെ, എഫ് ഓഫ് എക്സ് ആണ്, കാരണം നമ്മൾ എഫിനെയും ജിനെയും എക്സിന്റെ ടേംസിലല്ലേ എഴുതുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആ പറഞ്ഞു പോയപ്പോഴത്തേക്ക് അത് വിട്ടുപോയതാ. ഓക്കെ കറക്റ്റ്, എഫ് ഓഫ് എക്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി ഡിഫറൻഷ്യബിലിറ്റിയിൽ നമുക്ക് ഒരു പ്രോപ്പർട്ടി കൂടെ പഠിക്കാനുള്ളൂ. ഇത് പാരാമെട്രിക് ഫോം എന്ന് പറയും. ഇപ്പൊ പാരാമെട്രിക് ഫോം എന്ന് പറയുമ്പോൾ രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ട് രണ്ട് ഫംഗ്ഷൻസിന്റെ ഒരു തേർഡ് വേരിയബിൾ, അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ എഫും ജിയും ഉണ്ട്, രണ്ടിനും നമ്മൾ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്നാ പറയുന്നത്. അത് രണ്ട് ഫംഗ്ഷനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മൂന്നാമത് ഒരു വേരിയബിൾ വെച്ചിട്ട്, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ നോക്കാം, y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമുക്ക് സാധാരണ ഉള്ള ഒരു ഫംഗ്ഷൻ ഇസ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇതിന് പാരാമെട്രിക് ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് എക്സും വൈ. ഇതിൽ ആരൊക്കെ ഉണ്ട്, y ഉണ്ട്, ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത് എക്സിന്റെ ടേംസിലാണ്. അപ്പൊ ഈ രണ്ടിനെയും എക്സിനെയും വൈനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, മൂന്നാമതൊരു വേരിയബിൾ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ടി, ഫൈ ഓഫ് ടി എന്നും, y എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് ടി തന്നെയാണ്, പക്ഷെ അത് സൈ ഓഫ് ടി എന്നും നമ്മൾ എഴുതുന്നു. അപ്പോ ഇതിന്റെ രണ്ടിന്റെയും ഡെറിവേറ്റീവ്, ഈ രണ്ട് ഫംഗ്ഷൻസിന്റെയും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഡാഷ് എക്സ്, അതായത് വൈ ഡാഷ് വൈന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യാം. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത്, okay, I will write it here. X is equal to phi of t. നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് എക്സിന് ടീന്റെ ടേംസിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡിഫറൻഷ്യൽ എടുക്കുമ്പോഴത്തേക്കും ഡി എക്സ് ബൈ ഡി ടി എന്നല്ല എഴുതാൻ പറ്റും, കാരണം ടീന്റെ ടേംസിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഈ ഫംഗ്ഷൻ ടീന്റെ ടേംസിലാണ് എഴുതിയിരിക്കുന്നത്, വിച്ച് ഇസ് ഡി ബൈ ഡി ടി ഓഫ് ഫൈ ഓഫ് ടി. അല്ലെങ്കിൽ ഈ ഡി ബൈ ഡി ടി ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഫൈ ഡാഷ് ടി എന്ന് എഴുതാം അല്ലെ. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡി ബൈ ഡി ടി ഓഫ് ഫൈ ഓഫ് ടി അല്ലെങ്കിൽ ഫൈ ഡാഷ് ഓഫ് ടി ഇങ്ങനെ എഴുതാം അല്ലെ. ഇതാണ് ഈ രണ്ട് ഫംഗ്ഷൻസിന്റെയും റെപ്രസെന്റേഷൻ ഇൻ ടേംസ് ഓഫ് ടി എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി, ഡി വൈ ബൈ ഡി ടി. അപ്പൊ ഇത് വെച്ചിട്ട്, കാരണം എക്സും വൈയും ടീന്റെ ടേംസിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈന്റെ ഡെറിവേറ്റീവ് ആണ്. ടീന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ്, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് എങ്ങനെ എഴുതുന്നത്, ഡി വൈ ബൈ ഡി എക്സ്, വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിറൈവ് ചെയ്യണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം, ഡി വൈ ബൈ ഡി എക്സ് എങ്ങനെ എഴുതാം, ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി അല്ലെ. നമ്മൾ സാധാരണ ഒരു ഫ്രാക്ഷൻ പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഡി ടി ക്യാൻസൽ ആക്കി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടൂലേ. അതുപോലെ തന്നെയാണ് ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. അപ്പൊ ഡി വൈ ബൈ ഡി ടി നമ്മൾ എന്താന്ന് എഴുതിയിട്ടുണ്ട്, സൈ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഫൈ ഡാഷ് ഓഫ് ടി. അപ്പൊ വേറെ ഒന്നും ചെയ്യണ്ട, രണ്ട് ഫംഗ്ഷൻസിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി, എന്നിട്ട് അത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വൈ ഡാഷിന്റെ അല്ലെങ്കിൽ വൈന്റെ ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് ഇവർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓൾസോ ഡിനോമിനേറ്റർ സീറോ ആകാൻ പാടില്ല, സീറോ ആയി കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റിയിലേക്ക്, അതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമിലോട്ട്, ഇൻഡിറ്റർമിനേറ്റ് ഫോം അല്ല, സീറോ 1/0 എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റി ഫോമിലേക്ക് പോകും, വിച്ച് ഇസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അപ്പോ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പോയിന്റോട്ട് പോകാതിരിക്കാൻ വേണ്ടി, അൺഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റോട്ട് പോകാതിരിക്കാൻ വി ഹാവ് ടു എൻഷുർ എപ്പോഴും ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സീറോ ആകാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, ആൻഡ് ദിസ് നോട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഇഫ് എ ഫംഗ്ഷൻ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു x0. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിരിക്കും ആ പോയിന്റിൽ. ഓക്കെ, ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും വിച്ച് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എ എന്നുള്ളത്. ആ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ തിരിച്ചു പറയാൻ പറ്റില്ല, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത് കൊണ്ട് അത് ഡിഫറൻഷ്യബിൾ ആകണമെന്ന് ഇല്ല. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അത് നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഓൾ ഡിഫറൻഷ്യബിൾ, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് വന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസും ആണ്. പക്ഷെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ അത് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. അതാണ് പറയുന്നത്. വൈസ് വേഴ്സ പോസിബിൾ ആയിട്ട് നമുക്ക് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് ഇല്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഡിഫറൻഷ്യബിലിറ്റി. പിന്നെ ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനായിട്ട് ഓരോന്നിന്റെയും നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചിരിക്കുന്നത്. അതായത് ഡി ബൈ ഡി എക്സ്, നമ്മൾ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് എഫ് ഡാഷ് കണ്ടുപിടിക്കാൻ എങ്ങനെയാ, ഡി ബൈ ഡി ടി അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് അല്ലെ, ഇങ്ങനെയാണ് ഡെറിവേറ്റീവ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ കെന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് 0 ആണ്. ഒരു കോൺസ്റ്റന്റിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയിരിക്കും കിട്ടുക. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ചെയ്താൽ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ചെയ്താൽ എത്ര കിട്ടുന്നത്, 1 ബൈ എക്സ്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ബേസിക്കലി ഇത്രയെങ്കിലും നിങ്ങൾ പഠിക്കണം. ഇതിനേക്കാളും കൂടുതലും ഉണ്ട് കേട്ടോ, പക്ഷെ നിങ്ങൾക്ക് മെയിൻലി ഇത്ര അറിയണം, ഇത്രയെങ്കിലും പഠിച്ചു വെച്ചേക്കണം. ഇത് വിട്ടുപോകാതെ തന്നെ ഇത്രയും ഫംഗ്ഷൻസ് പഠിക്കുക. ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണെങ്കിൽ ആദ്യം ഈ രണ്ട് കോളം, ഈ മെയിൻലി ഈ ഫസ്റ്റ് സെറ്റിനെ പഠിക്കുക, എന്നിട്ട് നിങ്ങൾ ബാക്കി പഠിച്ചത്. മേജർ ഇമ്പോർട്ടൻസ് ഇതിന് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ മാത്സിൽ കുറച്ച് വീക്ക് ആയിട്ടുള്ളവരാണ്, നിങ്ങൾക്ക് എല്ലാം പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ലേൺ ഈ ഫസ്റ്റ് 2 റോയിൽ കൊടുത്തിട്ടുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ്സ് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ബാക്കിയൊക്കെ കുറെ ഒന്നും കൂടെ സ്ട്രോങ് ആയി കഴിയുമ്പോൾ ഇത് പഠിച്ചാലും മതി. കാരണം ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ചോദിക്കാൻ ചാൻസസ് ആർ ലോ, പക്ഷെ നമുക്ക് അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ അല്ല. നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തും എക്സ്പെക്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ഡെറിവേറ്റീവ്സ് എല്ലാം പഠിക്കുക, ബട്ട് ബേസിക്കലി നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയും നമുക്ക് നോക്കാം. ബാക്കി നിങ്ങൾ ഇത് നോക്കി ഒന്ന് പഠിച്ചു ചെയ്യണം. ഓരോന്നും വായിച്ച് നമുക്ക് സമയം കളയാനായിട്ടില്ല. ഓക്കെ, ഇപ്പൊ കെ ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. എക്സ് റൈസ് ടു എൻ, എൻ എക്സ് റൈസ് ടു എൻ മൈനസ്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ഇത്ര ടൈം കിട്ടിയതിൽ ഇതൊക്കെ പഠിച്ചിട്ട് കുറച്ചെങ്കിലും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് ആണ്. ഇ റൈസ് ടു എക്സ് സെയിം തന്നെയാണ്, ഇ റൈസ് ടു എക്സ് വരുന്നത്. എ റൈസ് ടു എക്സ്, എ റൈസ് ടു എക്സ് ലോഗ് എ ആണ്. സൈൻ എക്സ് കോസ് എക്സ്, കോസ് എക്സ് വന്നിട്ട് മൈനസ് സൈൻ എക്സ് ആണ്. ടാൻ എക്സ് വന്നിട്ട് സീക് സ്ക്വയർ എക്സ്, കോട്ട് എക്സ് മൈനസ് കോസീക് സ്ക്വയർ എക്സ്, സീക് എക്സ് ടാൻ എക്സ്, കോസീക് എക്സ് മൈനസ് കോസീക് എക്സ് കോട്ട് എക്സ്. ഓക്കെ, ഓക്കെ, ഇത്ര ഇക്വേഷൻസ് ആണ് ഡെറിവേറ്റീവ്സിനായിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാനുള്ളത്. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പറയുന്നത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് എക്സ് എന്ന് കൊടുത്തിരുന്ന കോസ് എച്ച് എക്സ് ആണ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് നോക്കട്ടെ. എച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്നുള്ളതാണ് കേട്ടോ. ഇത് വേണ്ടത് ക്ലിയർ ആയിട്ടില്ല. അതോട് ഇങ്ങനെ കാണാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. ഇത് എങ്ങനെ പഠിച്ചേക്കാനാ പറയുന്നത്? പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം ഉണ്ടാവുന്നതാണോ പറയുന്നത്? അതെ, ആവശ്യം വരും. നമ്മളിപ്പോ കുറച്ച് എനിക്ക് ക്ലിയർ ആയില്ല നിങ്ങൾ പറഞ്ഞത്. ഐ തിങ്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻസ് പഠിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ ഇത് യൂസ് വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചെങ്കിൽ യെസ്, യൂസ് വരുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഇനി കുറച്ചുകൂടെ ഉണ്ട് ഡെറിവേറ്റീവ്സിന്റെ ഒപ്പം തന്നെ നമുക്ക് മാക്സിമം മിനിമം കുറച്ചുകൂടെ 1-2 കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഇതിൽ നിന്ന് ഈ ഏരിയയിൽ നിന്ന് എന്തായാലും കുറച്ച് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ലിമിറ്റ്സ് ഇപ്പൊ നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ 4 മാർക്കാണുള്ളത്. ഇപ്പൊ ലിമിറ്റ്സ്, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, ഈ 3 ടോപ്പിക്കിന് എന്തായാലും നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം ചോദിക്കാം. പിന്നെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് ഒരെണ്ണം. അപ്പൊ 2 ക്വസ്റ്റ്യൻ ഈ ലിമിറ്റ്സ്, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ സെക്ഷനിൽ നിന്ന് വരും. അപ്പൊ ഇതിന്റെ എല്ലാം ബേസിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ലിമിറ്റ്സിൽ പോലും ഞാൻ നേരത്തെ റെയിൽ ഹോസ്പിറ്റലിൽ ഉള്ള കാര്യം പറഞ്ഞു. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെറിവേറ്റീവ് എടുക്കണം.
അവിടെ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ നമുക്ക് ഡിഫറൻസിയേഷൻ അറിയണം. അപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള എല്ലാത്തിന്റെ ഡിഫറൻസിയേഷൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ലിമിറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിനും ചോദിച്ചാണ്, ഇനിയുള്ള എക്സാംസിന് അവിടെ നിന്ന് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റും ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത് എന്തായാലും ഉപയോഗം വരും, നിങ്ങൾ മിസ്സാക്കരുത് ഒരിക്കലും. പിന്നെ ഇത് പഠിക്കുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഡിഫറൻസിയേഷൻ പഠിച്ചാലേ ഇന്റഗ്രേഷൻ ക്ലിയർ ആവത്തുള്ളൂ. ഇന്റഗ്രേഷൻ ക്ലിയർ ആയാലും ഇനി നിങ്ങൾക്ക് പ്രോബബിലിറ്റിയിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കും. ഇനി അടുത്ത മൊഡ്യൂള് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പ്രോബബിലിറ്റി എടുക്കാതെ ഈ മൊഡ്യൂൾ എടുത്തത്. കാരണം അതിൽ നമുക്ക് കുറച്ച് ഇന്റഗ്രേഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ അവിടെ നിങ്ങൾ ബുദ്ധിമുട്ട് വരാതിരിക്കുന്ന ആദ്യം ഈ പോർഷൻസ് എടുത്തു. സോ ബാക്കി മൊഡ്യൂൾസിൽ എത്രത്തോളം ഇത് ഉപയോഗം ഉണ്ടെന്ന് അറിയത്തില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഈ 2 മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് എന്തായാലും ഉപയോഗം വരും. ബാക്കിയുള്ളതിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ യൂസ് നിങ്ങൾക്ക് വരും, ഈ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷൻ. അപ്പൊ ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾ എന്തായാലും വിടരുത്, കാരണം ഇത് നഷ്ടമാക്കി നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നഷ്ടമായി വരും കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഈ ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം പഠിക്കാൻ നോക്കാം. ബട്ട് ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ഇപ്പം പലർക്കും ഈ സ്റ്റാറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ ചിലപ്പോൾ ഈ കാൽക്കുലസ് ഇതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവര് അറ്റ്ലീസ്റ്റ് ഫോർ ദ സ്റ്റാർട്ട് നിങ്ങൾ ഇത്രയും മാത്രം പഠിക്കുക, ഈ ഫസ്റ്റ് 2 സെക്ഷനിലുള്ളത് പഠിക്കുക. എന്നിട്ട് പിന്നീട് ടൈം കുറച്ചുകൂടെ നിങ്ങൾ മാത്സ് ചെയ്ത് സ്ട്രോങ് ആകുന്നതനുസരിച്ച് ചെയ്യാം. പിന്നെ എനിക്ക് ഒരു സജഷൻ ഉണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് മാത്സിൽ കാൽക്കുലസിന്റെ സെക്ഷൻ വീക്ക് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ NCERT നമ്മുടെ +2, നിങ്ങൾക്ക് NCERT +1-ലാണോ +2-ലാണോ ഡിഫറൻസിയേഷൻ വരുന്നതെന്ന് അറിയില്ല. അതിൽ നിങ്ങൾക്ക് ഈ ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട്, ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നത്, ഇതെല്ലാം ഓരോരോ ചാപ്റ്റർ ആയിട്ടുണ്ട്. അതിനകത്ത് ഇതുപോലെ ഓരോ ഇക്വേഷൻസ് ബേസിക് ക്വസ്റ്റ്യൻസ് തൊട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ലൈക്ക് അതിലെ ഓരോ എക്സർസൈസ് ബൈ എക്സർസൈസ് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ എന്നും ഒരു 20 മിനിറ്റ് വെച്ചിട്ട് കുറച്ചായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാൽക്കുലസിൽ നിങ്ങൾ എന്ത് ചെയ്യും, നല്ല തറവായിരിക്കും. അല്ലാതെ വേറെ ഒരുപാട് സോഴ്സ് നോക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കാൽക്കുലസിന്റെ സെഷൻ കേട്ട് റിലേഷൻസ് ഫംഗ്ഷൻസും എനിക്ക് തോന്നുന്നു അതിൽ നിങ്ങൾക്ക് റെഫർ ചെയ്താൽ കിട്ടും. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. അപ്പോ ഈ കാൽക്കുലസിന്റെ മേജർ പോർഷൻ നിങ്ങൾ NCERT ടെക്സ്റ്റ് അത് പക്ഷെ ഫോളോ ചെയ്യണമെങ്കിൽ എല്ലാം ഫോളോ ചെയ്യണം. ലൈക്ക് ഫ്രം എവറി ചാപ്റ്റർ നിങ്ങൾ ആ കാൽക്കുലസിന്റെ ലിമിറ്റ്സ് തൊട്ട് തുടങ്ങുന്ന ഓരോ ചാപ്റ്ററും നോക്കി എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആവും. പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ അഡീഷണൽ MCQs ചെയ്യേണ്ട ആവശ്യം വരത്തില്ല, അത്രയും ക്ലിയർ ആണെങ്കിൽ കേട്ടോ. ഏതിലാണ് മാം? +1-ലോ +2-ലോ? അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. എനിക്ക് NCERT ഏതിലാന്നുള്ള അറിയില്ല, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല +1-ഓ +2 ആണോ എന്നുള്ളത്. അതോ 2-ലും ആയിട്ടാണോ കിടക്കുന്നതെന്ന് എനിക്കറിയില്ല. സോ എന്തായാലും നിങ്ങൾ നോക്കി നോക്കുക. NCERT ടെക്സ്റ്റ് നിങ്ങൾക്ക് ഓൺലൈൻ PDF ആയിട്ട് കിട്ടുന്ന സൈറ്റുകൾ ഉണ്ടല്ലോ, അപ്പൊ അവിടെ കയറിയിട്ട് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ സിലബസിൽ ഏതിലാ കിടക്കുന്നത്, എന്നിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് നോക്കിയെടുക്കും. ക്ലിയർ ഉണ്ടോ പറയണേ? ഇപ്പൊ കേൾക്കാം. മാം തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ കിട്ടുമോ മാത്സ് ചെയ്യാന്? ഇപ്പം നമുക്ക് ക്ലാസ്സിൽ തന്നെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ എനിക്കിപ്പോ ഓരോ ടോപ്പിക്കിന് മാക്സിമം പോയിട്ട് ഒരു 15 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ മാത്സിന്റെ ടോപ്പിക് വെച്ച് നമുക്ക് 15 ഒക്കെ എന്ന് പറഞ്ഞാൽ കുറവാണ്. സാറ്റിസ്ഫാക്ടറി ലെവൽ എന്ന് പറയാൻ പറ്റൂല, ഒരുപാട് ചെയ്യണം. ഇത് മാത്രം പഠിച്ചെന്ന് പറഞ്ഞ് പറയാൻ പറ്റൂല. പിന്നെ നിങ്ങൾക്ക് ഐ തിങ്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്, അത് ചെയ്താലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് തീരെ മാത്സ് ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഞാൻ ഈ പറഞ്ഞ +2-ല് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളി ക്ലിയർ ആവും. അതിൽ എല്ലാ ബേസിക് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല, ഒരുവിധം മാത്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ഇത് മാത്രം ഫോളോ ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ബേസിക്സ് തൊട്ടേ വേണമെന്നുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്.